അങ്ങനെ ഞങ്ങൾ ഗായ്സ് കണ്ടോ ഭൂതത്താൻ കെട്ടിലെത്തി. ഇവിടെ ഇടത്തോട്ടോ നേരെ പോലെ ഇങ്ങനെ ഈ പാലം കയറണല്ലേ? അയ്യോ സീനല്ലേ. ഇതാണ് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലല്ലേ? കണ്ടോ ഗായ്സ്, ഇതാണ് ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലം. സെറ്റല്ലേ? ലജ്ജാതി വലിയ ഡാമല്ലേ? എത്ര ചേട്ടാ? 2, 4, 6, 8, 10, 12, 16 ഉണ്ടല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് പിന്നെന്താ പറയണ്ടോ? ഇത് അതോ ഫോറസ്റ്റോ? അയ്യോ സെറ്റോ. ശരിക്കൊരു വിനോദസഞ്ചാര സ്ഥലല്ലേ? കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സിറ്റി എന്നൊക്കെ പറഞ്ഞത് അജാതി സ്ഥലല്ലേ? ആണോ? കപ്പിൾസ് ഒക്കെ ഉണ്ട് അവിടെ. അതെന്താ ഡാമിന്റെ ഷട്ടർ? ഫസ്റ്റ് ടൈമാണ് ഗൈസ്, ഫസ്റ്റ് ടൈമാണ്. അതിന്റെ ഒരു ഫസ്റ്റേഷനിലാണ് ഞാൻ. വേറെ ഒന്നും വിചാരിക്കരുത് കാര്യമൊന്നും. ഇതൊരു തുടക്കം മാത്രം. പിന്നെന്താ? അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അത് ഞാൻ എവിടെയൊക്കെ ഇടണം? തുടക്കല്ലേ? അയ്യോ യൂട്യൂബ് നമുക്കൊരു ചാനൽ തുടങ്ങിയാലോ? അതന്നെ പറഞ്ഞേ നമ്മള്. എന്ത് പ്രശ്നം? അതല്ലേ വേണ്ടത്. പിന്നെന്താ? നമ്മുടെ കഥകൾ തന്നെ കേട്ടാ മതി. അതന്നെ ജീവിതല്ലേ, ഒരു അഭിലാഷല്ലേ? എല്ലാം നടക്കും. കണ്ടോ? നല്ല ഫോറസ്റ്റ് ആണ്. ഇനി ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. എല്ലാവരും കണ്ടോളൂ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ആരും കാണൂല. കാരണം ഭൂതത്താൻകെട്ടിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ ഒരു യൂട്യൂബിൽ പോയാലും നിങ്ങൾ കിട്ടൂല. ഇത് കണ്ടോളൂ നിങ്ങൾ. എല്ലാവരും തുറന്ന് കണ്ടോളൂ. തുറന്ന് കണ്ടോളൂ. മാമന്മാര് എന്നെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. പിന്നെന്താ? വളരെ മനോഹരമായ ഒരു പ്രദേശത്തുകൂടിയാണ് വളരെ മനോഹരമായ ഒരു പ്രദേശത്തുകൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടമലയാറ്, ഭൂതത്താൻകെട്ട്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ കൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫോറസ്റ്റിലേക്കാണ് കടന്നേക്കുന്നത്. ഞാൻ മിസ്റ്റർ ദീപകിന്റെ കയ്യിലോട്ട് കൊടുക്കാം. അയ്യോ കണ്ടില്ലേ? അപ്പൊ നമ്മളെ സാറ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതാണോ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫോറസ്റ്റാ. അത്യാവശ്യം നല്ല. എത്ര ഏക്കറാണ് ഫോറസ്റ്റ്? നീണ്ടു കിടക്കല്ലേ? കാണാൻ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കണ വരുന്നല്ല. ഇത് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ ഇനിയിപ്പോ ഇവിടെ വടാട്ടുപാറ, അതെ വടാട്ടുപാറ, വേട്ടോംപാറ, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളാണ്. ഇത് ഫോറസ്റ്റിനകത്തൂടെ മാത്രമാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. സാധനം നൈസാട്ടോ സംഭവല്ലേ? ജാതി. പിന്നെ സെൻട്രൽ ആന ഇറങ്ങി ഇവിടെ 7 മണി കഴിഞ്ഞാല്. ഇത് കൂടെ സന്ധ്യക്ക് ആന ഇറങ്ങാറുണ്ട്. അയ്യോ വിജനമായ പ്രദേശമാണ്. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് ആനയൊക്കെ വെള്ളം കുടിക്കാനും വരും. താഴെ ഒരു അരുവിയുണ്ട്. ഉണ്ടോ? ഇങ്ങനെ ഇറങ്ങി വരും. നമ്മളെ അരുവി കാണിച്ചരാ അല്ലേ ഗൈസ്? നിങ്ങൾ പേടിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം കാണിച്ചു തരും. കൂട്ടുകാർക്കെല്ലാം ഞാൻ ഷെയർ ആക്കി തരും, തന്നിരിക്കും. അല്ല ഇതൊക്കെ പിന്നെ യൂട്യൂബിൽ തന്നെ. പിന്നെ ചാനൽ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ചെയ്തിരിക്കും ഞാൻ. ട്രിപ്പ് പോയി ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലേ? ചെയ്യാ. മല്ലു വേണ്ട, വേറെ പിടിക്കാൻ നമുക്ക്. വേറെ ഒരു വെറൈറ്റി നെയിമൊക്കെ ഉണ്ടാക്കണം. എന്തായാലും ഞങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്ന് എല്ലാരും പ്രാർത്ഥിക്കണം ഗൈസ്. അണ്ണന്റെ ഒരു ആഗ്രഹ. അയ്യോ എന്ത് പറയാനാണ് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പുതിയൊരു സംരംഭകനും കൂടി കാടാണല്ലോ. എങ്ങനെ? അതെ അതെ. ഇനി അങ്ങോട്ട് ചെന്ന് മുഴുവൻ പോകില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് അങ്ങ് ഈ ഫോറസ്റ്റിന്റെ ഒരു ഇതുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആദിവാസി ട്രൈബൽസ് താമസിക്കുന്ന കുടികളുണ്ട്. ഇതിനുള്ളിലോ? കേട്ട വണ്ടി വിടില്ല. ആണോ? ഒരു വണ്ടിയും വിടത്തില്ല. അവരുടെ പ്രത്യേക ഒരു ഏരിയ. പറയുന്ന സ്ഥലത്തിന് ഏരിയ പോയി അവിടെ കൊണ്ട് തീരുവാ.
സാധാരണ ഒരു കാടല്ല അപ്പൊ ഇതില്ലേ, ഒരുപാട് പറയാനുണ്ട് ഈ കാടിന് അല്ലേ? തീർച്ചയായിട്ടും ചരിത്രം ഉറങ്ങുന്ന കാടാ. അതെ, ചരിത്രങ്ങൾ ഉറങ്ങുന്ന കാടെന്ന് പറയുന്നത്. എന്താണ് ചരിത്രം എന്താ അറിയാവുന്ന? നമുക്ക് വലിയ അറിവൊന്നും ഇല്ല, അതുകൊണ്ട് ചോദിക്കണ്. ആന, അതെ, ആന മാത്രമേ ഇറങ്ങാറുള്ളൂ, വേറെ ഒന്നും ഇറങ്ങാറില്ല. ഇല്ല, ആന ഇപ്പൊ പെറ്റ് പെരുക്കി കിടക്കുകയല്ലേ. ആന ഇപ്പൊ ഒരുപാട്, സിംഹമൊക്കെ വംശനാശം സംഭവിച്ചില്ലേ? അതെ അതെ അതെ. കാട്ടിൽ ആന മാത്രമേ ഉള്ളൂ. ആനയാണ് കൂടുതലല്ലേ? ആന ഇഷ്ടം പോലെ. കാരണം ഇവർ ആനനെ തിന്നാൻ സിംഹം അല്ലാത്തോണ്ട് അല്ലേ? പിന്നെ പുഴയും കൂടെ അടുത്തുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇറങ്ങും. കാരണം ഈ വേനലല്ലേ, അതെ, വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ ഇങ്ങോട്ട് ഇറങ്ങും. അതെ, ഒന്നാമത് ചൂടാ. അണ്ണം തന്നെ നല്ല വെള്ളം കൂടി അവിടെ ഒരു ദിവസം 2-3 നാരങ്ങ സോഡൊക്കെ കുടിക്കലണ്ണ. അതാണ്, അത്രയും എന്ത് പറയാനല്ലേ. ഇത് ഇങ്ങോട്ട് പോകുന്നത് മറ്റേ ഫോറസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. നോ എൻട്രി അല്ലേ? കണ്ടോ, നോ എൻട്രി. കൊണ്ട് ഇവിടെ ജനവാസമൊന്നുമില്ല, താമസമൊന്നുമില്ല. അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. ഇവിടെ ഇവിടെ കാരണം പിന്നെ ഫയർഫോഴ്സ് വന്നൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം സ്ഥലം. അതെ മറ്റേ ആരാണ്ട് സീർട്ട് വലിച്ചിട്ടാ. അതെ, ഇവിടെ നിന്ന് പുക വലിച്ചു കഴിഞ്ഞാൽ 2000 രൂപ ഫൈന്. അയ്യോ, കാരണം ഫോറസ്റ്റ് അല്ലേ, ആരെങ്കിലും ഒരു ഇത് സിഗരറ്റ് കത്തിച്ചങ്ങോട്ടിട്ട് അവിടെ മൊത്തം കത്തിപ്പോവില്ലേ? ശരിയാണ്. പിന്നെ അത് ഒഫൻസാണ് ഭയങ്കര. ഒരുപാട് മനസ്സിലാക്കാണ്ട്. എന്താ ഞാൻ അണ്ണം കുറച്ച് പിടിക്കാം. നീണ്ടു ബാക്ക് ക്യാമറ അങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാം. കാരണം രണ്ടു ഭാഗം കാണാം. നമ്മൾ എടുക്കുമല്ലേ? അതിപ്പോ നമ്മള് കാട് കണ്ടുപിടിക്കാണ്. കുറച്ച് ഉള്ളിക്ക് കളി, ഇവിടുന്ന് പുള്ളിക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റോ ഞാൻ കളിച്ചില്ല. അതപ്പോ നമ്മളെ കാണൂലേ? കാണാൻ വേണ്ടിട്ടാണ് ഞാൻ എന്താ അറിയോ, ബാക്ക് ക്യാമറയിൽ 4K ഉണ്ട്. 4K ഇട്ടാലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ. മറ്റേ ഫ്രണ്ട് ക്യാമറ അധികം പോരാ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് എത്ര കിലോമീറ്റർ ആണ്? നേരെ പോട്ടെ, റൈറ്റ് പോട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ് പോകാൻ പറ്റത്തില്ല, അത് ആ ഉൾക്കാടിലേക്കാ പോണേ. അതല്ലേ? പിന്നെ ഇങ്ങനെ ചക്കിമേട് എന്ന് പറയും. ചക്കിമേട് വാടാട്ടുപാറ അല്ലേ? ചക്കിമേടിലോട്ട് പോകണോ? വേണം, നമുക്കത് പോയി നോക്കിയാലോ ചക്കിമേട്. എന്നാ പോവാ. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ തന്നെ പിടിച്ചോ. ഇങ്ങനെ പിടിച്ചിട്ട് വർത്താനം അങ്ങനെ പറഞ്ഞു ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാലോ. ചക്കിമേടിലോട്ട് വിടാം. ചക്കിമേടിലോട്ട് എൻട്രി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നോക്കാം. നമ്മളിതാ യാത്ര തുടരുകയാണ്. യാത്ര അനന്തമാം യാത്ര. ഇതിലെ വീടുകളുണ്ടോന്ന് നമുക്ക് യാതൊരു ധാരണയില്ല. നിന്നെ കാണാനോ? അല്ല, അത് ഞാന് എങ്ങനെ കാണിച്ചു, ഒരു കുഴപ്പമില്ല. ആരാണ് വ്യക്തി തരണ്ടേ? ഇങ്ങോട്ട് വീടുകളുണ്ടോന്നൊരു ധാരണയില്ല, പക്ഷെ നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവാ. ഒബ്സർവേഷൻ. അതെ, പ്രകൃതി രമണീയമായ കാനനത്തിൽ കൂടെയാണ് എങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇടമലയാറ്, പൂതത്താങ്കെട്ട്, പൂയംകുട്ടി, കല്യാണിക്കുട്ടി, കല്ലാറുകുട്ടി ഒക്കെ ഞങ്ങൾ ഗൈസ് വളരെ ഡേഞ്ചറസ് പ്ലേസിൽ കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ജനവാസങ്ങളൊന്നും തീരെ ഇല്ലാത്ത സ്ഥലമാണ്. ആരെയും കാണാനില്ലല്ലോ. അതെ, തിരിച്ചു പോകേണ്ടി വരുമോ ഗൈസ്? അതൊക്കെ വരാ, ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. ആലോചിച്ചെടുക്കണം അല്ലെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ. കണ്ടില്ലേ ഗൈസ്? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അണ്ണനിതായിരിക്കുന്നു, പേടിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചക്കിമേട്, ഇതാണ് ചക്കിമേട് എന്ന് തോന്നുന്നു. ജസ്റ്റ് അറിയില്ല, എന്നാലും ആയില്ല. നിങ്ങളോട് വന്ന ഞാനും ഫസ്റ്റ് ടൈമാണ്, വലിയ അറിവൊന്നുമില്ല, എന്നാലും വെച്ചങ്ങനെ പോകുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മലപ്പുറം മഞ്ചേരിക്കാരനാണ്.
അണ്ണൻ കോട്ടയം അല്ലേ? കോട്ടയം. അണ്ണൻ കോട്ടയംകാരനാണ്. നോക്കട്ടെ എന്തേലൊക്കെ ആവും. ഭൂമി ഉണ്ടതല്ലേ എവിടെയൊക്കെ. ഇതെന്താ ഫോറസ്റ്റ് സ്റ്റേഷൻ അല്ലേ ഗായ്സ്? അങ്ങനെ ഞങ്ങളൊരു ഇടമലയാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. തിരിച്ചോ ഇടമലയാർ അല്ലേ? ഇടമലയാർ എത്തി. അങ്ങനെ അങ്ങോട്ട് ഇനി ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചോക്കല്ലേ? പിന്നെന്താ ചോദിക്കാലോ, അതിനല്ലേ മനുഷ്യന്മാരല്ലേ. അവിടെ എത്തി. ദിസ് ഇസ് എ ചക്കിമേട്, ബുറത്താൻകെട്ടിലെ ഒരു തരം ചക്കിമേട്. കുറെ ജനവാസ മേഖല ഫോറസ്റ്റിന്റെ ഉള്ളില്. അത്യാവശ്യം വലിയൊരു സംഭവമാണ്, കാണാൻ മാത്രമൊക്കെ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മളെ ചക്കിമേട്. എല്ലാവരും കണ്ടോളൂ. ഇനി കണ്ടിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ. അപ്പൊ എല്ലാവരും ഷെയറും ലൈക്കും എന്താണ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതേതോ ക്ഷേത്ര, ഏതോ ഒരു ക്ഷേത്രമാണ്. ഭഗവാനും ശിവക്ഷേത്രം ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ചക്കിമേട് അതെ ഭയങ്കരമായുള്ള മനോഹാരിത അതിലേക്ക് ഞങ്ങൾ കേറി പോവുകയാണ് ഗൈസ്. അതെ ആശീർവദിക്കും. മഞ്ഞള് ഒരു പാട്ടിന്റെ താളം പോലെ ഈനം പോലെ ജനവിധി നേടുന്നു ദീപം. നമ്മെ അറിയുന്ന നമ്മുടെ നാടിന്റെ തന്ത്രങ്ങൾ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീപം. അതെ നന്നായിണ്ട്. ഇങ്ങനൊക്കെ ആരെങ്കിലും പറയൂ. തൊഴുകയും നിറവും ചിരിയുമായി ഇതാ കടന്നു വരൂ ഞങ്ങളുടെ യൂട്യൂബിലേക്ക് കടന്നു വരൂ. അങ്ങനെ ഒരു തുടക്കം കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ഉഷാറാക്കി തരും ഞങ്ങളുടെ ഭാവി. അതെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും. അതെ എന്താണ് പറയാ. ഇതാണ് ശിവക്ഷേത്രം. ഇതൊരു ശിവക്ഷേത്രമാണ്. ഇവിടെയുള്ള ചക്കിമേട്ടിലുള്ള കാടിന്റെ ഉള്ളിലുള്ള ഭഗവാനാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ. അതെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അല്ലേ അണ്ണാ? അതെ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അറിയണം. ഇതൊക്കെ അറിയേണ്ടതാണ്. അപ്പൊ എല്ലാവരും ഇത് എന്താ പറയാ ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രമിക്കുക. ഭൂത്താൻകെട്ട് എവിടെയാണ് സ്ഥലം? എവിടെയാണ് ഭൂത്താൻകെട്ട്? കോതമംഗലം. ആലുവന്ന് കോതമംഗലം, അവിടുന്ന് പെരുമ്പാവൂർ റൂട്ടിലാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ ചെറിയ കോളനീസ് ഏരിയാസ്, അതേപോലെ തന്നെ ചെറിയ വീടുകൾ, അടുത്തടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട്. കാണുന്നവർ കാണാം, വരാം. അങ്ങനെ എന്റെ എത്തി ഗൈസ്. ഞങ്ങൾ തിരിക്കട്ടെ വണ്ടി. നോക്കണം. ഓക്കെ അണ്ണാ.